ലോകത്തൊരുപക്ഷെ ഏറ്റവും അധികം ആരാധകരുള്ള ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനം സംബന്ധിച്ച കാര്യങ്ങളിൽ അവ്യക്തതകൾ തുടരുമ്പോൾ അന്ന് കായിക മന്ത്രി പറഞ്ഞത് ഒരു ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് കായിക വകുപ്പിന് ചിലവായിട്ടില്ല എന്നാണ്. ആ വാദങ്ങൾ പൊളിയുകയാണ്. വിവരാവകാശ രേഖ പുറത്തു വരുമ്പോൾ അത് നമ്മളോട് സംസാരിക്കുന്നത് മാഡ്രിഡിലേക്കുള്ള മന്ത്രിയുടെ യാത്രയ്ക്ക് 13 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെന്നാണ്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനിൽ, 6 സെപ്റ്റംബർ 2024 വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ മാഡ്രിഡ് സന്ദർശനം കഴിഞ്ഞു വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് AFAയുടെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം മാഡ്രിഡിൽ പോയി കൂടിക്കാഴ്ച നടത്തിയതെന്നും കേരളത്തിലെ അർജന്റീന ആരാധക വൃന്ദത്തെ എല്ലായ്പ്പോഴും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതായി AFA അറിയിച്ചു എന്നൊക്കെ പറഞ്ഞൊരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് മന്ത്രിയുടേതായി പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ ശ്രീ കമാൽ വരദൂരിനെ പോലുള്ള സ്പോർട്സ് ജേർണലിസ്റ്റ് പറയുന്നത് ബ്യൂണസ് ആയർസ് ആണ് അർജന്റീനയുടെ തലസ്ഥാനം എന്നിരിക്കെ, AFAയുടെ ആസ്ഥാനം എന്നിരിക്കെ എന്തിന് മന്ത്രി മാഡ്രിഡിൽ പോയി എന്നതാണ്. ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം അർജന്റീനയുടെ ആസ്ഥാനം ബ്യൂണസ് അയേഴ്സിലാണ്. കമാൽ വരദൂർ സൂചിപ്പിച്ച പോലെ തന്നെ ആ സമയത്ത് അർജന്റീനയുടെ മത്സരം അതേ ദിവസം നടക്കുന്നുണ്ട്. ക്ഷണിക്കുകയാണെങ്കിൽ അർജന്റീനയിലേക്ക് ക്ഷണിക്കണം, അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനത്തേക്കോ അതുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ ഓരോ ദിനം ഏഷ്യൻ സ്പോൺസേഴ്സ് ഉണ്ട്. HSBC ആണ് നിലവിൽ ഏഷ്യൻ മേഖലയിൽ അർജന്റീനയുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാൻ ലുലുവിനെ പോലെ ഒരു ഗ്രൂപ്പും അങ്ങനെയുണ്ട്. എങ്കിൽ അവരുമായി കൂടിക്കാഴ്ച നടത്താനായിരിക്കും നിർദ്ദേശം നൽകേണ്ടത്. അല്ലാതെ അർജന്റീന ക്ഷണിച്ചു കൊണ്ടുപോകേണ്ടത് മാഡ്രിഡിലേക്കാണോ എന്നുള്ള ചോദ്യം അപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഈ കാര്യത്തിൽ എന്തൊക്കെയോ ഒളിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് മന്ത്രി ഈ തരത്തിൽ പലതരത്തിൽ ഒളിച്ചു കളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യവും പൂർണ്ണമായും പറയാത്തത്. നേരത്തെ ഈ മുണ്ടക്കൈ ദുരിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു കണക്ക് കെ രാജൻ പുറത്തുവിട്ടു. അതുപോലെ മന്ത്രി പുറത്തുവിടട്ടെ, എത്ര രൂപ ഇതിനോടകം ചിലവായി, ഇല്ലെങ്കിൽ എന്തായിരുന്നു, ആരൊക്കെയായിട്ടാണ് കൂടിക്കാഴ്ച, എന്തൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ട്, ഇനി വരുമോ വരില്ലേ, ഭാവിയിലെങ്കിലും വരുമോ തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രിയാണ് പറയേണ്ടത്, സ്പോൺസർ അല്ല പറയേണ്ടത് എന്ന നിലപാടിൽ തന്നെയാണ് നമ്മളുള്ളത്. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. മെസ്സി വരുമോ വരില്ലേ എന്നതിനപ്പുറത്തേക്ക് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി മന്ത്രി നടത്തിയ സന്ദർശനത്തിൽ 13 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് നമ്മുടെ ഖജനാവിൽ നിന്ന് എന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ 24 പുറത്തുവിട്ടിരിക്കുന്ന അനിൽ വാസുദേവ് ഞങ്ങളുടെ പ്രതിനിധിയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.